മക്ക വിജയം എന്ന് പറയുന്നത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിന്റെ പ്രാഥമികമായിട്ടുള്ള ഒരു പൂർത്തീകരണം നടന്ന സന്തോഷത്തിന്റെ ഒരു വേളയാണ്. ആ ഒരു സന്തോഷത്തിന്റെ വേളയിൽ അത്രയും ആധിപത്യം നേടിയ മക്ക തിരിച്ചു പിടിച്ച അധികാരം അവിടെ സ്ഥാപിച്ചതിന് ശേഷവും ഈ പറയുന്ന സ്വഹാബത്ത് ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴത്തേക്ക് പ്രവാചകനെ ഉപേക്ഷിച്ചിട്ട് ഓടിപ്പോവുകയാണ്. അവരുടെ തഖ്വ എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. കാരണം നമ്മൾ ഇന്ന് ബിൽഡപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു തഖ്വ, ആ തഖ്വക്ക് ഒരു പ്രത്യേക കോലമൊക്കെ ഉണ്ട്. ആ തഖ്വ ആർക്കില്ല? ഈ സ്വഹാബത്തിനില്ല. ഇന്ന് നമ്മളുടെ ഇടയിൽ നമ്മളുടെ വിശ്വാസം, നമ്മുടെ ഈമാനും വെച്ചിട്ട് നമ്മൾ ഈ പണി ചെയ്യോ? അവരുടെ ജീവനിൽ അവർക്ക് കൊതിയുണ്ട്. അവിടെ ഷഹീദായി സ്വർഗത്തിൽ പോയി സ്വർഗം സ്വീകരിക്കണം എന്ന മാനസികാവസ്ഥയിലല്ല ഉള്ളത്. അവര് ഈ പറയുന്ന രൂപത്തിൽ അത് ഇട്ടേച്ച് പോവുകയാണ്. എല്ലാ സ്വഹാബികളും ഇതുപോലെ മരിക്കാൻ തയ്യാറായി നിൽക്കുന്നവരൊന്നുമല്ല. അത്രയും ഗതിയില്ലാതെ, ജീവിതത്തെക്കുറിച്ച് കാഴ്ചപ്പാടില്ലാതെ, പ്രവാചകനിൽ അന്ധമായി വിശ്വസിച്ച് പോയതിന്റെ പേരിലൊക്കെ ആ തരത്തിൽ ഇന്നും അതുപോലെ തന്നെ ഇസ്ലാമിന്റെ പേര് പറഞ്ഞിട്ട് അത്തരത്തിൽ ചാവേറുകളായിട്ട് മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ആളുകളില്ലേ? അവർക്ക് ജീവിതത്തെക്കുറിച്ചോ ദൈവത്തെക്കുറിച്ചോ മനുഷ്യരെക്കുറിച്ചോ ലോകത്തെക്കുറിച്ചോ യാതൊരു കാഴ്ചപ്പാടും ഇല്ലാത്തത് കൊണ്ടാണ് ഏതെങ്കിലും ആയത്തോ ഹദീസോ അല്ലെങ്കിൽ ഏതെങ്കിലും മൊല്ലമാരോ ഏതെങ്കിലും ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള ആളുകൾ എഴുതിയതോ പ്രസംഗിച്ചതോ ആയ കാര്യങ്ങൾ കേട്ടിട്ട് ചാവേറുകളായിട്ട് പൊട്ടിത്തെറിക്കാനൊക്കെ ഇറങ്ങുന്നത്. ഈ തരത്തിൽ അന്ധമായിട്ട് പ്രവാചകനെയും ഈ മതത്തെയും ഒക്കെ കൊണ്ടു നടക്കുന്നത് കൊണ്ടാണ്.